Hi friends, welcome to our channel again. I am Divagaran from Isotech Metrology Solutions, Palakkad. അപ്പോൾ നമ്മൾ ISO IEC 17025 വേരിയസ് ക്ലോസസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7.8 കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞു. അടുത്തത് 7.9 കംപ്ലയിൻസ്, കസ്റ്റമർ കംപ്ലയിൻറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, കാലിബ്രേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് നാച്ചുറലി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് നമ്മുടെ സർവീസിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്യുന്നതും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ റെസൊല്യൂഷനും അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സബ് ക്ലോസസിൽ പറയുന്നത്. ഇത് കസ്റ്റമേഴ്സ് മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ എംപ്ലോയീസോ സപ്ലയേഴ്സോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് അവർ സർവീസസ്. അപ്പോൾ 7.9 കംപ്ലയിൻസ്. 7.9.1 The laboratory shall have a documented process to receive, evaluate and make a decision on complaints. 70025 പറഞ്ഞ നമുക്കൊരു ഡോക്യുമെന്റഡ് പ്രോസസ്സ് വേണം. ഒരു കംപ്ലയിൻറ്റ് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, കംപ്ലയിൻറ്റ് എവിടെയാണ് ലോഡ്ജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ റെക്കോർഡും ഡോക്യുമെൻറ്റും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കണം. അത് വേണമെങ്കിൽ നമുക്കൊരു QSP പോലെ എഴുതി വയ്ക്കാം. കസ്റ്റമർ കംപ്ലയിൻറ്റ് കൊണ്ടൊരു ക്വാളിറ്റി സിസ്റ്റം പ്രൊസീജിയർ എഴുതിയിട്ടുണ്ടാക്കാം. അതൊരു കംപ്ലയിൻറ്റ് ഫോം, കംപ്ലയിൻറ്റ് രജിസ്റ്റേഴ്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം. ആ ഒരു പ്രോസസ്സ് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. 7.9.2 A description of the handling process for complaints shall be available to any interested party on request. ഈ ഡിസ്ക്രിപ്ഷൻ, കംപ്ലയിൻറ്റ് എങ്ങനെയാണ് ഇവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, എങ്ങനെയാണ് അത് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് ഏത് ഇൻട്രസ്റ്റഡ് പാർട്ടി, ഇപ്പം നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടി പറഞ്ഞ ആരാണ്? നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ എംപ്ലോയീസ്, സ്റ്റാഫ്, നമ്മുടെ സപ്ലയേഴ്സ്, അക്രഡിറ്റേഷൻ ഏജൻസി, റെഗുലേറ്ററി ബോഡീസ് ഓർ ഗവൺമെൻറ്, ഇവരെല്ലാം ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓൾ അറൗണ്ട് അസ്. അപ്പോൾ ഇവരെ ആരെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ കംപ്ലയിൻറ്റ് പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൺ റെസീപ്റ്റ് ഓഫ് എ കംപ്ലയിൻറ്റ് ദ ലബോറട്ടറി ഷാൾ കൺഫേം whether the complaint relate to the laboratory activities that it is responsible for and if so shall deal with it. അതായത് ആദ്യം ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ വർക്കിനെ സംബന്ധിച്ച കംപ്ലയിൻറ്റ് തന്നെയാണോ, അതോ നമുക്ക് റിലേഷൻ ഇല്ലാത്ത എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റിയിലെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മളതിന് ലോഡ്ജ് ചെയ്യണം, അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതിൻ്റെ റെസൊല്യൂഷൻ കണ്ടെത്തണം. If so shall deal with it. The laboratory shall be responsible for all decisions at all levels of the handling process for complaints. അപ്പോൾ നമ്മളതിന് റെസ്പോൺസിബിൾ ആണ്. ഒരു കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ലെവലിലും അതിനെ ചെക്ക് ചെയ്യാൻ, അതിനെ ആ കംപ്ലയിൻറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ട ആക്ഷനും എല്ലാത്തിനും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. 7.9.3 The process for handling complaints shall include at least the following elements and methods. അറ്റ്ലീസ്റ്റ് ഈ താഴെ പറയുന്ന ഇനി ABC പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മുടെ ഈ പ്രോസസ്സിൽ എന്തായാലും വേണം. നമ്മൾ കംപ്ലയിൻറ്റ് ഡീൽ ചെയ്യുന്ന ആ പ്രോസസ്സിൽ അത് റിട്ടേൺ പ്രോസസ്സ് ആയിരിക്കാം. റിട്ടേൺ പ്രോസസ്സ് തന്നെയാണ് പ്രാവർത്തികമാവുള്ളൂ, അതേ പ്രാക്ടിക്കലായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു QSP എഴുതി വെക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. A description of the process for receiving, validating, investigating the complaint and deciding what action are to be taken in response to it. അത് ക്ലിയർ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി വെക്കണം. അത് എങ്ങനെയാണ് പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുക, അത് എവിടെ എഴുതും, അതിനൊരു രജിസ്റ്റർ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അതിന് വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ജനറലി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കംപ്ലയിൻറ്റ്, റൂട്ട് കോസ് അനാലിസിസ്, കറക്റ്റീവ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ലാബും. ബി ട്രാക്കിംഗ് ആൻഡ് റെക്കോർഡിംഗ് കംപ്ലയിൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ആക്ഷൻസ് അണ്ടർടേക്കൺ ടു റിസോൾവ് ദം. എങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നത്, അതിനെ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്ലയിൻറ്റ് റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ കംപ്ലയിൻറ്റിൻ്റെ ഫയലും രജിസ്റ്റേഴ്സും എല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ആ പ്രോസസ്സിൽ, നമ്മുടെ കംപ്ലയിൻറ്റ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കണം. സി എൻഷുറിംഗ് ദാറ്റ് എനി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഈസ് ടേക്കൺ. ഇത് അപ്പർ മാനേജ്മെൻറ്റ് അത് എൻഷുർ ചെയ്യും വേണം. അല്ലെങ്കിൽ CAB നമ്മൾ ലാബ് എൻഷുർ ചെയ്യണം. നമ്മളൊരു കംപ്ലയിൻറ്റ് കിട്ടി, അതിനെ റിസോൾവ് ചെയ്തു, അതിനൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആക്ഷൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തു എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ കംപ്ലയിൻറ്റ് ഫോമിൽ വേണം, അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ വേണം. 7.9.4 The laboratory receiving the complaint shall be responsible for gathering and verifying all necessary information to validate the complaint. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയ ലാബ് അതിന് റെസ്പോൺസിബിൾ ആണ്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും നടത്തിയിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്ത് അത് റിസോൾവ് ചെയ്യണം. 7.9.5
whenever possible, the laboratory shall acknowledge receipt of the complaint and provide the complainant with the progress report and the outcome. ഇപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും, കംപ്ലൈൻറ്റ് തന്നു, അപ്പോൾ അവരൊരു റെസിപ്റ്റ് ചോദിച്ചാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്പറോ അല്ലെങ്കിൽ റെസിപ്റ്റോ ചോദിച്ചാൽ അത് കൊടുക്കണം. പിന്നെ ഈ കംപ്ലൈൻറ്റിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴുള്ള പ്രോസസ്സ് അവരെ അറിയിക്കണം. അവർ അങ്ങനെ അത്ര വലിയ സീരിയസ് കാര്യങ്ങളാണെങ്കിൽ ചെയ്താൽ മതി. ഈ കസ്റ്റമർ ഡിമാൻഡ്സോ ചോദിച്ചാൽ മാത്രമേ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്, ഒരു അക്ഷരത്തെറ്റുണ്ടായി, ഒരു ID നമ്പർ എഴുതിയില്ല എന്നുള്ള ചെറിയ കംപ്ലൈൻറ്റിൻ്റെ പ്രോസസ്സ് മുഴുവൻ നമ്മൾ അവരെ വിവരിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കസ്റ്റമർ ചോദിച്ചാൽ അത്ര സീരിയസ് ആയ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. 7.9.6 The outcome to be communicated to the complainant shall be made by or reviewed and approved by individuals not involved in the original laboratory activities in question. അതായത് നമ്മുടെ ഈ കംപ്ലൈൻറ്റ് വാങ്ങിച്ചതും അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസും കറക്റ്റീവ് ആക്ഷനും അതിന് എന്താണ് സ്റ്റാറ്റസ്, ഇതെല്ലാം നമ്മൾ കംപ്ലൈനൻറ്റിനോട് എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് അതുവരെ. അതായത് നിങ്ങളുടെ കംപ്ലൈൻ്റ് എല്ലാം നോക്കി എല്ലാം സോൾവ് ചെയ്തു, ഞങ്ങൾ അതിന് അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം അവരെ നമ്മൾ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾ റിവ്യൂ ചെയ്യണം. നമ്മുടെ ലാബിലെ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഉള്ള ഒരാളായിരിക്കാം, ആൾ ചെയ്താൽ മതി. പക്ഷേ അദ്ദേഹം ഈ കംപ്ലൈൻറ്റ് ഉണ്ടായ ആ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആളാവരുത്. അപ്പോൾ ഒരു മാനേജർ ആവരുത്, വേറൊരു മാനേജർ, മാർക്കറ്റിംഗ് മാനേജറോ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ കാര്യങ്ങളിലെ കംപ്ലൈൻ്റ് ആണെങ്കിൽ വേറൊരു മാനേജർ അത് റിവ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ നോട്ട് എഴുതിയിട്ടുണ്ട്, ദിസ് ക്യാൻ ബി പെർഫോംഡ് ബൈ എക്സ്റ്റേണൽ പേഴ്സണൽ. അത് വേണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ആളെ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ട്രെയിനറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റർ ഔട്ട്സൈഡുള്ള ആളോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും വേണമെങ്കിൽ ഇത് ചെയ്യിക്കാം. ഒരു എക്സ്റ്റേണൽ ആൾ, നമ്മുടെ ഓർഗനൈസേഷൻ ചാർട്ട് ഇല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഉണ്ടായ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആളല്ലാത്ത വേറൊരാളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. 7.9.7 Whenever possible, the laboratory shall give formal notice of the end of the complaint handling to the complainant. എപ്പോഴും അത് ആവശ്യമുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് എല്ലാം റിസോൾവ് ചെയ്തു, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ള കാര്യം, അതിന് കംപ്ലൈൻറ്റ് ഇറ്റ് ഈസ് ഓൾ ഓവർ എല്ലാം കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇൻറ്റിമേഷൻ കംപ്ലൈനൻറ്റിന് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ. വെൻ എവർ ഇറ്റ് ഈസ് പോസിബിൾ. അത്ര സീരിയസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത്രയൊക്കെ ആവശ്യം വരാറുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ് 7.10 നോൺ കൺഫോമിംഗ് വർക്ക്. എന്താണ് നോൺ കൺഫോമിംഗ് വർക്ക്? നോൺ കൺഫോമിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ നമുക്ക് ചെയ്യേണ്ട കാര്യം, നടക്കേണ്ട കാര്യം അല്ല നമ്മുടെ പ്രൊസീജിയറിൽ എഴുതിയതുപോലെ അല്ലാതെ ഏതെങ്കിലും വേറെ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതാണ് നോൺ കൺഫോമിംഗ് വർക്ക്. 7.10.1 The laboratory shall have a procedure that shall be implemented when any aspect of its laboratory activities or results of this work do not conform to its own procedures or the agreed requirements of the customer. Example, equipment or environmental conditions are out of specified limit, results of monitoring fail to meet specified criteria. The procedure shall ensure that. അതായത് ലബോറട്ടറിക്ക് ഒരു പ്രൊസീജിയർ വേണം. നോൺ കൺഫോമിംഗ് വർക്ക് സംഭവിച്ചാൽ അതിന് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു? ഇപ്പോൾ കംപ്ലൈൻറ്റ് പോലെ തന്നെ കസ്റ്റമർ കംപ്ലൈൻറ്റിൻ്റെ ഒരു റീസൺ ഒരു നോൺ കൺഫോമിംഗ് വർക്ക് ആയിരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലൊരു നോൺ കൺഫോമിംഗ് വർക്ക് നമ്മുടെ പ്രൊസീജിയറിന് എഗ്നീസ്റ്റ് ആയിട്ട് സംഭവിക്കുക, അല്ലെങ്കിൽ കസ്റ്റമറോട് നമ്മൾ എഗ്രി ചെയ്ത പോലെ അല്ലാതെ വേറെ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുക, ടെസ്റ്റ് നടത്തുക, NABL അല്ലെങ്കിൽ നമ്മുടെ അക്രഡിറ്റേഷൻ ഏജൻസിയുടെ ഗൈഡ് ലൈൻസിനെ മാനിക്കാതെ വേറെ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും N7002 അവിടെ പ്രൊസീജിയർ ഇല്ല. ഇതെല്ലാം നോൺ കൺഫോമിംഗ് വർക്കാണ്. അപ്പോൾ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതിനുള്ള ഒരു പ്രൊസീജിയർ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഒരു QSP നോൺ കൺഫോമിംഗ് വർക്ക് പ്രൊസീജിയറിനും ആവശ്യമാണ്. അപ്പോൾ ദ പ്രൊസീജിയർ ഷാൾ എൻഷുർ ദാറ്റ് the responsibility and authority for the management of non-conforming work are defined. ആരാണ് ഈ നോൺ കൺഫോമിംഗ് വർക്ക് സംഭവിച്ചാൽ, ടെക്നിക്കലോ നോൺ ടെക്നിക്കലോ വേറെ ഏതെങ്കിലും ഏരിയയിലോ സംഭവിച്ചാൽ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ? അത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. നമ്മുടെ നോൺ കൺഫോമിംഗ് റെസൊല്യൂഷൻ ഫോമുകളിൽ അത് ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ ഉണ്ടായിരിക്കണം. ഹൂ ഈസ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളത്. ആക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഹാൾട്ടിംഗ് ഓർ റിപ്പീറ്റിംഗ് ഓഫ് വർക്ക് ആൻഡ് വിത്ത്ഹോൾഡിംഗ് ഓഫ് റിപ്പോർട്ട് ആസ് നെസസറി ആർ ബേസ്ഡ് അപ്പോൺ ദ റിസ്ക് ലെവൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലബോറട്ടറി. അപ്പോൾ ഒരു നോൺ കൺഫോമിംഗ് വർക്ക് സംഭവിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് ഇനി ആ വർക്കേ ഹാൾട്ട് ചെയ്യേണ്ടി വരും.
ഇനി മുതൽ ഈ ടെസ്റ്റ് ഇങ്ങനെ നടക്കേണ്ട, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം ചെയ്താൽ മതി. കാരണം നോൺ കൺഫേമിംഗ് ശരിയായ അല്ലാത്ത റിപ്പോർട്ടുകളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുപിടിക്കപ്പെട്ടു. കാരണം നമ്മുടെ മാസ്റ്റർ ടെസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഓപ്പറേറ്ററുടെ ആരുടെയെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്ന വരെ ഇനി ഈ വർക്ക് ചെയ്യേണ്ട, ഈ ടെസ്റ്റിങ്ങോ കാലിബ്രേഷൻ ചെയ്യേണ്ട. ഇനി ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറോട് ഇൻറ്റിമേറ്റ് ചെയ്യണം, അത് ആ റിപ്പോർട്ട് യൂസ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ആ നോൺ കൺഫേമിംഗ് വർക്കിൻ്റെ റിസ്ക് ലെവൽ അനുസരിച്ചിട്ടാണ്. ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ വേണം റിപ്പോർട്ട് സംഭവിച്ചാൽ അതൊരു നോൺ കൺഫേമിംഗ് വർക്ക് ആണെങ്കിൽ പോലും ഉടനെ എല്ലാം നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്നില്ല. സംഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ റിസ്ക് ലെവൽ വളരെ കുറവാണ്, വളരെ സീരിയസ് അല്ല. ചിലപ്പോൾ റീഡിങ്ങിൽ തന്നെ എറർ നമ്മൾ നിൽ എററാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ആക്ച്വലി എറർ ഉണ്ട്, പിന്നീട് അത് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ആ വർക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റിസ്ക് ലെവൽ കൂടുതലാണ്. അപ്പോൾ റിസ്ക് ലെവൽ നോക്കിയിട്ട് വേണം അത് നമുക്ക് ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യണോ അതോ അത് കണ്ടിന്യൂ ചെയ്യാവോ എന്നെല്ലാം തീരുമാനിക്കാൻ. ആൻ എവാലുവേഷൻ ഈസ് മെയ്ഡ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ നോൺ കൺഫേമിംഗ് വർക്ക് ഇൻക്ലൂഡിംഗ് ആൻ ഇമ്പാക്ട് അനാലിസിസ് ഓൺ പ്രീവിയസ് റിസൾട്ട്സ്. ഒരു നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിച്ചാൽ അത് ഇന്നാണ് കണ്ടുപിടിച്ചത്, ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നെല്ലാം ചെയ്തിട്ടുണ്ടാവും ഇതേപോലുള്ള ടെസ്റ്റ്. അപ്പോൾ അതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ എവാലുവേറ്റ് ചെയ്യണം, എത്രത്തോളം പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ലാബിൽ സംഭവിച്ചു, നമ്മുടെ തന്നെ വേറെ ലാബിലും വേറൊരു പ്ലാന്റിലോ ഇതേപോലെ സംഭവിക്കാം. അപ്പോൾ അതെല്ലാം എവാലുവേറ്റ് ചെയ്യണം. എ ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺ ദ അക്സെപ്റ്റബിലിറ്റി ഓഫ് ദ നോൺ കൺഫേമിംഗ് വർക്ക്. ഒരു നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിച്ചാൽ അതിൻ്റെ അക്സെപ്റ്റബിലിറ്റിക്ക് ഒരു ഡിസിഷൻ എടുക്കണം. അത് ഓക്കെ, അത് യെസ് ഇറ്റ്സ് എ നോൺ കൺഫേമിംഗ് വർക്ക്, ഇറ്റ് ഈസ് ഓഫ് സീരിയസ് നാച്ചർ, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു നോൺ കൺഫേമിംഗ് വർക്കാണ്, ഇതിനുള്ളൊരു ഡിസിഷൻ എടുക്കണം. വേർ നെസസറി ഇത് കസ്റ്റമർ ഈസ് നോട്ടിഫൈഡ് ആൻഡ് വർക്ക് ഈസ് റീകാൾഡ്. ചിലപ്പോൾ കസ്റ്റമറോട് അത് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി, ഞങ്ങൾ കാലിബ്രേഷൻ ചെയ്ത ഈ എക്യുപ്മെൻറ്റ് ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് തെറ്റാണ്, പ്ലീസ് സെൻഡ് ഇറ്റ് ഫോർ റീകാലിബ്രേഷൻ, അല്ലെങ്കിൽ സാമ്പിൾ ആണെങ്കിൽ പ്ലീസ് സെൻഡ് ബാക്ക് ഫോർ ദ റീടെസ്റ്റിംഗ്. അത് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാം എന്നൊക്കെ അവരോട് പറയാം. കാരണം നമ്മുടേതായ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ. ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഓതറൈസിംഗ് ദ റിസംപ്ഷൻ ഓഫ് വർക്ക് ഈസ് ഡിഫൈൻഡ്. ഇനി എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞു, എല്ലാ നോൺ കൺഫേമിംഗ് വർക്ക് എല്ലാം സോൾവ് ആയി, എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഇനി രണ്ടാമത് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം, എഗെയിൻ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താം, കസ്റ്റമർക്ക് ആ റിപ്പോർട്ട് യൂസ് ചെയ്യാം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഹൂ വിൽ ഡിസൈഡ് ദാറ്റ്? അത് ക്ലിയർ ആകണം. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രൊസീജിയറിൽ വേണം. അതായത് നിങ്ങളുടെ ക്വാളിറ്റി മാനേജർ പറയുന്നത് വരെ നിങ്ങൾക്ക് ആ വർക്ക് പിന്നെ നടത്താൻ പറ്റില്ല. അപ്പോൾ പറയുക, യെസ് ക്വാളിറ്റി മാനേജർ വിൽ ടേക്ക് ദ ഡിസിഷൻ ടു റെസംപ്ഷൻ ഓഫ് ദ വർക്ക് ടു സ്റ്റാർട്ട് ദ വർക്ക് എഗെയിൻ. 7.10.2 The laboratory shall retain records of non-conforming work and actions as specified in 7.10.1 bullet B2F. ഈ നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ റെക്കോർഡുകളും നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു ബോക്സ് ഫയലും വേണം. അപ്പോൾ ഇവിടെ ഒരു QSP വേണം, ഒരു ബോക്സ് ഫയലും വേണം. ആ ബോക്സ് ഫയലിൽ നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിച്ചതും അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസും അതിൻ്റെ കറക്റ്റീവ് ആക്ഷനും എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. 7.10.3 Where the evaluation indicates that the non-conforming work could occur or that there is doubt about the conformity of the laboratory's operations with its own management system, the laboratory shall implement corrective action. ഇപ്പോൾ നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിച്ചു, നമ്മളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ പ്രോബ്ലമാണ്, നമ്മുടെ പ്രൊസീജിയർ എഴുതി വെച്ചതിൻ്റെ ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഈ നോൺ കൺഫേമിംഗ് വർക്ക് സംഭവിക്കുന്നത് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പ്രൊസീജിയറെ മാറ്റണം. നമ്മുടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ വേണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് മാറ്റണം. സോ ദാറ്റ് ഈ നോൺ കൺഫേമിംഗ് വർക്ക് പിന്നെയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സബ്സ്ക്രൈബ് അവർ ചാനൽ. Okay, if any doubt is there, you can very well contact me. Thank you.